Hello guys, welcome to my YouTube channel. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നേ, അപ്പോൾ നമുക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മക്കൾക്ക് എടുക്കാനുണ്ട്. ചേച്ചിക്കും ഏട്ടനും പിന്നെ അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അതെടുത്ത് കഴിഞ്ഞ ശേഷം കേട്ടോ ഈ ഇൻട്രോ എടുക്കുന്നത്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് കാണാം, കണ്ടിട്ട് വരാം. അപ്പം അതെ ഞാനിതാ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കുർത്തിയാട്ടോ ഇത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് വേഗം പോകാം. അപ്പോൾ ഏട്ടൻ റെഡി ആവാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അമ്മേനെ പോയിട്ട് ഞങ്ങൾക്ക് പിക്ക് ചെയ്യണം. അപ്പോൾ അമ്മേനോട് ഷോപ്പൊക്കെ അടച്ച് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയായിരുന്നു ഏട്ടന്. ഇപ്പം ഏകദേശം ഒരു 5-5:30 ആയി. ബ്ലോക്കൊക്കെ ഉണ്ടാവുമോ എന്തോ. അപ്പം അതെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. ഇനി പപ്പേനെ കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ 3 പേരും ഇറങ്ങി. ഇനി അമ്മേനെ പോയിട്ട് പിക്ക് ചെയ്യണം. യെസ്, ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അടിപൊളി കുർത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചേളാരിയാണ് ഈ ഷോപ്പ് വരുന്നത്. കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ. നമ്മൾ പോകാൻ വിചാരിച്ചത് പ്രീതിയിലാണ്. യെസ്, നമ്മൾ പ്രീതിയിലെത്തി ഗൈസ്. അപ്പോൾ അതേ ഞങ്ങളിതാ ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ക്ലിപ്പൊക്കെ പോയി. അതുകൊണ്ട് തന്നെ എനിക്കത് ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. അപ്പോൾ ദേ ഇതാണ് ചേച്ചിയുടെ കുട്ടികൾക്ക് എടുത്തത്. ട്വിൻസാണ്, പ്രീതിന്ന് എടുത്തതാണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രിൻറ്റ്, കഥകളി പ്രിൻറ്റിട്ടുള്ള ഷർട്ടും ഒരു മുണ്ടും വരുന്ന ഒരു പെയർ ഡ്രസ്സാണിത്. നമ്മൾ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കയറിയിരുന്നത്. ഈ ഒരു കോംബോ അടിപൊളിയാണ്. പിന്നെ ബാക്കി വരുന്നത് കുട്ടികൾക്ക് തന്നെ വേറൊരു ഐറ്റം കൂടെ മേടിച്ചിട്ടുണ്ട്. ഒരു ഷർട്ടും ഒരു ട്രൗസറും വരുന്ന ഒരു ഐറ്റമാണ് മേടിച്ചത്. ഒരു ഡാർക്ക് ഗ്രീനിലാണ് ഇത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു ഡാർക്ക് ഗ്രീനാണ്. അങ്ങനെ രണ്ടാക്കും സെയിം സാധനം തന്നെ കിട്ടി. പിന്നത്തത് പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2 ഷർട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ പോലത്തെ ഒരു കളറും പിന്നീട് ഒരു ഡാർക്ക് പീക്കോക്ക് പോലത്തെ ഒരു കളറുമാണ് ഷർട്ട് വന്നിട്ട്. പിന്നെ അമ്മയ്ക്കും എടുത്തിട്ടുണ്ട്. അമ്മ അത് അടിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ ഇതാണ് ചേച്ചിയുടെ ടോപ്പ് വരുന്നത്. ഒരു പീച്ച് പോലത്തെ ഡാർക്ക് പിങ്ക് കളറാണ് ഒരു ടോപ്പ്. പിന്നെ ഏട്ടന് വേണ്ടിയിട്ട് ഒരു ഷർട്ട് മേടിച്ചിട്ടുണ്ട്. ഏട്ടന് വേണ്ടിയിട്ടൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ആദ്യം തന്നെ ഏട്ടൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിക്കാം. ഇതാണ് ഏട്ടൻ്റെ ഡ്രസ്സ്. ഒരു നേവി ബ്ലൂ കളറാണ്. നല്ല അടിപൊളി ഒരു ക്ലോത്ത്, നല്ല ടിഷ്യൂ ടൈപ്പ് ക്ലോത്താണ്. ഇതാണ് ഏട്ടൻ്റെ ഷർട്ട്. പിന്നെ പാൻറ്റ് ഇതാണ് ബ്ലാക്ക് കളറിൽ കാർഗോസോ അങ്ങനെ എന്തോ ഒരു പാൻറ്റും ഷർട്ടുമാണ് ഏട്ടൻ്റെത്. ഇനി എൻ്റേത് ഇതാണ് എൻ്റെ ടോപ്പ്. എനിക്ക് ആദ്യം ഇത് കണ്ടപ്പോൾ എന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഏട്ടനും അമ്മയ്ക്കും ഒരേ നിർബന്ധം,
ഇത് അടിപൊളിയാണ്, എന്നാൽ പിന്നെ എടുക്കാം, ഒരു പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. പിന്നീടാണ് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇതൊരു പഫ് സ്ലീവ് ഒക്കെ വന്നിട്ട് അടിപൊളി നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഒരു കുർത്തിയാണ്. എനിക്ക് നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. പിന്നീടാണ് ഞാൻ ഇതിനെ നോക്കണതും ഒക്കെ. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ എനിക്ക് വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവരെ നിർബന്ധം കൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ എടുത്ത് വന്ന് നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു. അത് പിന്നെ അങ്ങനെയാണല്ലോ, കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ലെങ്കിലും പിന്നെ കയ്യിൽ കിട്ടുമ്പോഴാവും നമുക്ക് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഇതാണ് അടുത്ത ടോപ്പ്. ഇത് ഒരു വെറൈറ്റി ഡ്രസ്സാണ്, സ്ലീവ്ലെസ് ഡ്രസ്സും അതിൽ കൂടെ ഒരു ഓവർകോട്ടും വരുന്ന ഒരു ഡ്രസ്സാണ്, ഒരു ടൈപ്പ് ഡ്രസ്സാണിത്. ഇതും ഏട്ടൻ്റെ സെലക്ഷനാണ്. ഇത് നല്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ഒരു അടിപൊളി ക്ലോത്താണ്, ഇതൊരു ട്രെൻഡിങ് ക്ലോത്താണ്. ഇത് അത്യാവശ്യം നല്ല ഹെവി ലെങ്ത്ത് ഉണ്ട്. ലെങ്ത്ത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ഒരു ഫുൾ സ്ലീവൊക്കെ ആയിട്ട് വരുന്നത് കോട്ട്. അപ്പോൾ ഗായ്സ്, ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ നോക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് ഫുൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.